വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ്. എൻ്റെ സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ സ്കൂളൊക്കെ തുറന്നു, നിങ്ങൾ പഠനമൊക്കെ ആരംഭിച്ചു അല്ലെ? അപ്പം എല്ലാവരും പുതിയ പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയോ? അപ്പൊ തീർച്ചയായും ഇന്നത്തെ ക്ലാസ് ഞാൻ 9ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിന് വന്നിരിക്കുന്നത്. അപ്പൊ 9ാം ക്ലാസ്സിൽ തന്നെ നിങ്ങൾ കെമിസ്ട്രിയിൽ ആദ്യമായിട്ട് പഠിക്കുന്ന പാഠം അല്ലെ, തീർച്ചയായും നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ അത് എടുത്തു തുടങ്ങിക്കാണും. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി തുടങ്ങിക്കാണും. അപ്പൊ ആ പാഠഭാഗം നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി പഠിച്ചു പോകാം. അപ്പൊ ക്ലാസ്സിന് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സും കൂടി ഉപയോഗപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് മാക്സിമം ഉപയോഗപ്പെടുത്തി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സില് ആദ്യത്തെ പാഠമായി കെമിസ്ട്രിയിലെ ആദ്യത്തെ പാഠമായ സ്ട്രക്ചർ ഓഫ് ആറ്റം നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ പാഠം നോക്കാം. ഏതാണ്? സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഘടന. അപ്പൊ കെമിസ്ട്രി എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് തീർച്ചയായും നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠമാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം മക്കളെ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ആറ്റത്തിന്റെ സ്ട്രക്ചർ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് ആറ്റം എന്നും അല്ലെങ്കിൽ എന്താണ് മോളിക്യൂൾ എന്നൊക്കെ നമ്മൾ പഠിച്ചത്. തന്മാത്ര എന്താണ്, ആറ്റം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൊച്ചു ക്ലാസ്സുകളിലേക്ക് മനസ്സിലാക്കിയതാണ് അല്ലെ. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ മനസ്സിലാക്കാൻ പോകുന്നത്? 9ാം ക്ലാസ്സിലായപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കാൻ പോകുന്നത്? ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് അല്ലെ. എത്തരത്തിലാണ് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കി, ഇനി അത് എങ്ങനെയാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ചാർട്ട് തന്നിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എന്താ ടേബിൾ എന്ന് നോക്കിയേ. അവിടെ തന്നിരിക്കുന്നത് എന്താണ്? കുറച്ചു കുട്ടികൾ എന്ത് ചെയ്യുന്നു? ആറ്റത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അവിടെ അതിന്റെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്? ഒരു കോളത്തില് സബ്സ്റ്റൻസ് ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ, പദാർത്ഥത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊരു കോളത്തില് കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സിനെ കുറിച്ചാണ്, അതായത് ഘടക മൂലകങ്ങളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ കോളത്തിലോ കെമിക്കൽ ഫോർമുല ഓഫ് മോളിക്യൂൾ തന്മാത്രയുടെ കെമിക്കൽ ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ അടുത്ത കോളത്തിൽ എന്താ? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്, അതായത് ആറ്റത്തിലെ ആനുപാതികം, ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ആനുപാതമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ ഈ ചാപ്റ്റർ ഒന്നുമില്ല നോക്കുക. ഇവിടെ ഫസ്റ്റ് വന്നത് സബ്സ്റ്റൻസ് ഷുഗർ ആണ് അല്ലെ, ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയാണ്. അപ്പൊ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ പദാർത്ഥം ഷുഗർ ആണ്, ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്, അതായത് പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങൾ അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പൊ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഉണ്ടായിരിക്കുന്നത്. പഞ്ചസാരയുടെ പദാർത്ഥത്തിലേക്കാണ്. ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി നോക്കുക, ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്, അതായത് ഷുഗർ എന്ന് പറയുമ്പോൾ ആ ഒരു തന്മാത്രയ്ക്ക്, ആ മോളിക്യൂളിന് ഒരു കെമിക്കൽ ഫോർമുല ഉണ്ട്. അതായത് തന്മാത്രയിലെ രാസസൂത്രമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏതാണ് ഈ ഷുഗറിന്റെ രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്? C12H22O11 ആണ്. എന്താണ്? C12. കാർബണിന്റെ 12 ആറ്റം എന്നാണ് C12 എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ 22 ആറ്റംസ് ആണ്. ഇനി അതുപോലെ തന്നെ ഓക്സിജന്റെ 11 ആറ്റംസ്. അപ്പം കാർബണിന്റെ 12 ആറ്റം, ഹൈഡ്രജന്റെ 22 ആറ്റം, ഓക്സിജന്റെ 11 ആറ്റം. ഈ 3 ആറ്റംസും ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്ന പദാർത്ഥം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കുന്നത്. ഇനി നോക്കാം, ഇനി അടുത്ത നമ്മൾ കോളത്തിൽ എന്തായിരിക്കുന്നത്? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെ, ഈ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ആനുപാതമാണ്, റേഷ്യോ ആണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടെ 12:22:11 അല്ലെ, 12:22:11 എന്നാണ് ആറ്റത്തിന്റെ ആനുപാതം. അപ്പൊ മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. അവിടെ എന്താണ്? സബ്സ്റ്റൻസ് എന്ന് പറയുന്ന പദാർത്ഥം എന്ന് പറയുന്നത് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയാണ്. അതിലെ ഘടകമൂലകങ്ങൾ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. പിന്നെ അതിന്റെ കെമിക്കൽ ഫോർമുല, ആ മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? തന്മാത്രയുടെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം എന്ന് പറയുന്നത് ഏതിന്റെയാണ്? പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറിന്റെ. ഏതാണ്? C12H22O11. C12H22O11. അത് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? ഈ പറയുന്ന പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത് ഘടക മൂലകങ്ങൾ അല്ലെങ്കിൽ ഇവ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ ചേർന്നാണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും. അതായത് കാർബണിന്റെ 12 ആറ്റവും ഹൈഡ്രജന്റെ 22 ആറ്റവും ഓക്സിജന്റെ 11 ആറ്റവും ചേർന്നാണ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവിടെ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ആറ്റത്തിന്റെ അല്ലെങ്കിൽ പറയുന്ന ആറ്റത്തിന്റെ ആനുപാതം, അതായത് ഈ ഒരു ഘടക മൂലകങ്ങളുടെ ആനുപാതം എങ്ങനെയാണ്? 12:20:11 എന്നാണ്. മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? അടുത്ത് നോക്കാം, ഇതുപോലെ തന്നെയാണ് ഗ്ലൂക്കോസ് അല്ലെ. ഗ്ലൂക്കോസ് എന്ന് പറയുന്നതിന്റെ ഘടക മൂലകങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് പറഞ്ഞ ഏതാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. ഇനി അതിന്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം എന്ന് പറയുന്നത്, ഈ തന്മാത്രയുടെ കെമിക്കൽ ഫോർമുല രാസസൂത്രം എന്ന് പറയുന്നത് എന്താണ്? C6H12O6 ആണ്. നോക്കിയേ, C6H12O6. അപ്പൊ ഷുഗർ ഗ്ലൂക്കോസ് ആയപ്പോൾ അതിന്റെ വ്യത്യാസമുള്ള തന്മാത്ര അല്ലെങ്കിൽ രാസസൂത്രത്തിലെ വ്യത്യാസം കണ്ടോ? എന്താണ് തന്മാത്രയുടെ രാസസൂത്രം?
രാസസൂത്രം ഈ തന്മാത്രയുടെ C6H12O6 അല്ലെ. കെമിക്കൽ ഫോർമേഷൻ മോളിക്യൂൾ ഏതാണ്? C6H12O6 എന്ന ഗ്ലൂക്കോസ് ആണ്. ഇനി ഇവിടെ നോക്കാം, കാർബണിന്റെ 6 ആറ്റവും ഹൈഡ്രജന്റെ 12 ആറ്റവും ഓക്സിജന്റെ 6 ആറ്റവും ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ആറ്റത്തിന്റെ അനുപാതം അല്ലെങ്കിൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? 6:12:6. അത് പറയും നമ്മൾ ചെറുതാക്കുമ്പോൾ ആ റേഷ്യോ എന്തായിട്ട് മാറുന്നു? 6:12:6 എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ റേഷ്യോ ആക്കുമ്പോൾ എന്ത് ചെയ്യും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ 1 ആകും. 6 പ്ലേസ് 1 ആകും. 12 പ്ലേസ് 2 ആകും. ഇവിടെ 1 ആകും. അപ്പൊ 1:2:1 എന്ന റേഷ്യോ ചെറുതാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ 6:12:6 എന്ന് പറയുന്ന റേഷ്യോ എങ്ങനെയാകും? 1:2:1 എന്ന് ആകും. ഇത്രയും ക്ലിയർ ആയോ? അതിന് റേഷ്യോ ചെറുതാക്കാൻ വേണ്ടി നമ്മൾ ഈക്വൽ ആയിട്ട് നമ്പറിനെ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് അല്ലെ. ഇപ്പൊ 6 എന്ന നമ്പറിനെ കൊണ്ട് ഈ 3 ഡിവൈഡ് ചെയ്ത് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ എന്താണ്? 1:2:1 എന്ന് കിട്ടി. മനസ്സിലായോ? അടുത്ത വാട്ടർ അല്ലെങ്കിൽ ജലം അല്ലെ. ജലത്തിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസിന്റെ ഘടകമൂലകങ്ങൾ എന്താണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ് അല്ലെ. ഇനി ഹൈഡ്രജനും ഓക്സിജനും അപ്പൊ അതിന്റെ കെമിക്കൽ ഫോം അല്ലെങ്കിൽ രാസസൂത്രം എന്താണ്? H2O. എന്താണ്? H2O. അതായത് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് വാട്ടർ അല്ലെങ്കിൽ ജലം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നുള്ള റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആറ്റത്തിന്റെ അനുപാതം എന്ന് പറയുന്നത് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 2:1 അല്ലെ. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും 2:1. ഇത്രയും മനസ്സിലായി മക്കളെ? അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ ഈ തന്മാത്രകൾ എന്ന് പറയുന്നത് അനേകം ആറ്റങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും നിങ്ങൾ മനസ്സിലായോ? അപ്പൊ നോക്കാം, എന്താണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്? തന്മാത്രകൾ അല്ലെ. മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾസ് അതായത് മോളിക്യൂൾസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസില് എന്താ? ആ സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ മോളിക്യൂൾസ് കാണിക്കും. മാത്രമല്ല അതിന് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ എന്താണ് തന്മാത്ര എന്ന് പറയുന്നത്? മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് ദാറ്റ് ഷോസ് ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് ആൻഡ് ക്യാൻ ഹാവ് ഫ്രീ എക്സിസ്റ്റൻസ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺസ്റ്റന്റ് എലമെന്റ്സ് എന്ന് പറയുന്ന ആറ്റംസ് ആണ് അല്ലെ. ആറ്റംസ് ചേർന്ന് എന്തുണ്ടാകുന്നു? ആ തന്മാത്ര അഥവാ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് ആണ്. അല്ലെങ്കിൽ അത് കണികകളാണ്. എന്തിന്റെ? അതിന്റെ ഒരു എന്താണ്? സബ്സ്റ്റൻസിൽ പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന, അതുപോലെ എന്താണ്? സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കുന്നതുമായ കണികയാണ് എന്ത് പറയുന്നത്? മോളിക്യൂൾസ് എന്ന് പറയുന്നത്, തന്മാത്ര എന്ന് പറയുന്നത്. എന്താണ് മോളിക്യൂൾസ്? മനസ്സിലായോ? മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് ദാറ്റ് ഷോസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കുന്നു. അതുപോലെ എന്താണ്? സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നു. അവയാണ് എന്ത് വിളിക്കുന്നത്? മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കാം. ഇനി മോളിക്യൂൾസ്, ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസും മറ്റൊരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് ആണ് അല്ലെ. ഏതൊക്കെ രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതായത് ഇപ്പൊ നമ്മളിപ്പോ ഷുഗർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് എടുത്തു. ഇതിലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഈ ആറ്റംസ് ചേർന്നുണ്ടാകുന്നതാണല്ലോ. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഈ 3 ആറ്റംസിൽ നിന്നാണ് ഷുഗർ മോളിക്യൂൾ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഈ ഷുഗർ മോളിക്യൂൾ, ഈ ഷുഗർ എന്ന സബ്സ്റ്റൻസിന്റെ മോളിക്യൂളില് ഈ പറഞ്ഞ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. എന്നാൽ ജലം അല്ലെങ്കിൽ വാട്ടർ എന്ന സബ്സ്റ്റൻസില് വാട്ടർ മോളിക്യൂൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂളിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉള്ളത് അല്ലെ. എന്നാൽ നമ്മൾ നോക്കാം, ഷുഗർ എന്ന് പറയുന്നതിന്റെ ഷുഗർ എന്ന സബ്സ്റ്റൻസിലെ മോളിക്യൂളിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് ഉള്ളത്. ഇവിടെയാണെങ്കിലോ ഹൈഡ്രജൻ, ഓക്സിജനും. അപ്പൊ ഡിഫറെന്റ് സബ്സ്റ്റൻസിലെ മോളിക്യൂൾസിന്റെ മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. പല സബ്സ്റ്റൻസിലെ മോളിക്യൂൾസ് ഡിഫറെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകമൂലകങ്ങൾ എങ്ങനെയായിരിക്കും? വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഇത് മാത്രമല്ല ഇതിന്റെ റേഷ്യോ അല്ലെ, ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ റേഷ്യോ, അതായത് ആറ്റംസ് ചേർന്ന് മോളിക്യൂൾ ഫോം ചെയ്യുന്നതിന് ആ ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ പല സബ്സ്റ്റൻസിനും വ്യത്യാസമായിരിക്കും. ഇവിടെ നമ്മൾ വാട്ടറിന്റെ ആണെങ്കിൽ 2:1 റേഷ്യോ ആണ്. അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാണ് വെള്ളം ഉണ്ടായത്. അപ്പൊ റേഷ്യോ 2:1 ആണ്. എന്നാൽ നമ്മൾ ഷുഗർ മോളിക്യൂൾ എടുക്കും. ഷുഗർ സബ്സ്റ്റൻസിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഷുഗർ അല്ലെങ്കിൽ ഷുഗർ എന്ന സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ഈ ഷുഗർ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്ന ആറ്റംസ് എന്ന് പറയുന്നത് ഏതൊക്കെ റേഷ്യോയിലാണ്? 12:22:11 എന്ന റേഷ്യോ ആണ്. അപ്പൊ ഇവിടെ റേഷ്യോ വൈസും വ്യത്യാസമാണ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കാം. വ്യത്യസ്ത സബ്സ്റ്റൻസുകളിൽ, വ്യത്യസ്ത പദാർത്ഥങ്ങളില് മോളിക്യൂൾസിലും ഡിഫറെന്റ് ആയിരിക്കും. അവ യോജിക്കുന്ന അല്ലെങ്കിൽ അതിലെ ആറ്റംസ് യോജിക്കുന്ന കമ്പൈൻ ചെയ്യുന്ന പ്രൊപ്പോർഷൻ റേഷ്യോ വ്യത്യാസപ്പെട്ടിരിക്കും. മനസ്സിലായോ? 2-3 കാര്യങ്ങൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ്? മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. അതായത് സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നു. അതുപോലെ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് ഞാൻ എന്ത് വിളിക്കുന്നത്?
മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം മോളിക്യൂൾസ്, മറ്റൊരു മോളിക്യൂൾ, ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾ ഡിഫറെന്റ് ആവാൻ പറയാൻ കാരണം എന്താണ്? അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് അല്ലെ, ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസിന് കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സും മറ്റൊരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾ കോൺസ്റ്റിറ്റ്യൂൻസും ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ആ കോൺസ്റ്റിറ്റ്യൂൻസിന്റെ റേഷ്യോ അല്ലെ, നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂൻസിന്റെ റേഷ്യോ ആയിരിക്കും അതുപോലെ എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ എന്താ മക്കളെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് that shows all the properties of the substance and have free existence. അപ്പൊ എന്താ മനസ്സിലാക്കിയത്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നതും അല്ലെങ്കിൽ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്ര അവസ്ഥയിൽ നിലനിൽക്കുന്നതുമായ ഒരു ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പൊ തന്മാത്ര എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങൾ കാണിക്കുന്നതും സ്വതന്ത്രമായി നിൽക്കുന്നതുമായ ഏറ്റവും ചെറിയ കണിക ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് തന്മാത്രയാണ് കേട്ടോ. അപ്പൊ അതാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കിയത് വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? വിവിധ പദാർത്ഥങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലെ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്ന ഘടകമൂലങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതുപോലെ എന്താണ് ഘടകമൂലങ്ങൾ യോജിക്കുന്ന ആ ഘടകമൂലങ്ങൾ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിന്റെ അനുപാതം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ 3 പോയിന്റുകൾ മനസ്സിലാക്കിയത്. ഇനി നോക്കാം അടുത്ത മനസ്സിലാക്കേണ്ടത് ഈ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മോളിക്യൂൾസ് നിർമ്മിച്ചിരിക്കുന്നത് ആറ്റംസ് ചേർന്ന്. അപ്പൊ മോളിക്യൂൾസ് ആർ ഫോംഡ് ബൈ ആറ്റംസ്. മോളിക്യൂൾ എങ്ങനെ ഉണ്ടാകുന്നത്? ആറ്റംസ് കൊണ്ടാണ്. ഇവിടെ നോക്കാം, ഇപ്പൊ ഷുഗർ മോളിക്യൂൾ എങ്കിൽ ഷുഗർ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസില് ഷുഗർ മോളിക്യൂൾ ഉണ്ട് അല്ലെ. ആ ഷുഗർ മോളിക്യൂള് എങ്ങനെയാണ്? ഈ 3 കോൺസ്റ്റന്റ് ആറ്റംസ് ആണ്, എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് അല്ലെ. ഈ 3 ആറ്റംസ് ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ ആറ്റംസ് ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് ഷുഗർ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ മോളിക്യൂൾസ് ആർ ഫോംഡ് ഓഫ് ആറ്റംസ് എന്ന് മനസ്സിലാക്കാം. അതെന്താണ്? തന്മാത്ര ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ആറ്റങ്ങള് ചേർന്നാണ് തന്മാത്രം ഉണ്ടായിരിക്കുന്നത് പറഞ്ഞത്. ഇനി നോക്കാം, ഇവിടെ ആറ്റം എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ആറ്റത്തിനുള്ള ഈ മോളിക്യൂൾസ് ചേർന്ന് ആറ്റം ഉണ്ടാകുന്നു. ഈ ആറ്റം എന്ന് പറയുന്നതിൽ ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ചെറിയ കണികളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ തന്മാത്രം ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങൾ ചേർന്നാണ്. ഈ ആറ്റങ്ങൾ എന്ന് പറയുന്നത് ധാരാളം ചെറു കണികൾ ചേർന്ന് ഉണ്ടായിരിക്കുന്നത്. ആ കണികളെ എന്ത് വിളിക്കുന്നു? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നു അല്ലെ. ആറ്റം ഉണ്ടായിരിക്കുന്നത് ധാരാളം ചെറിയ കണങ്ങൾ ചേർന്നാണ്. അവയെ വിളിക്കുന്ന പേരെന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പൊ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും ആറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറു കണങ്ങൾ ചേർന്ന് അല്ലെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? സ്മോൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ചേർന്നാണ് ആറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താണ് ആറ്റം? ആറ്റം എന്ന് മനസ്സിലാക്കി. അപ്പൊ ആറ്റംസ് ഉണ്ടായിരിക്കുന്നത് ധാരാളം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ചേർന്നാണ് മനസ്സിലാക്കി. അപ്പൊ അവിടെ 3 പോയിന്റുകൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? എന്താണ് മോളിക്യൂൾ എന്ന് മനസ്സിലാക്കി. ഒരു മോളിക്യൂള് ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾ മറ്റൊരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾ എങ്ങനെ ഡിഫർ ചെയ്യുന്നു, വ്യത്യാസപ്പെട്ടിരുന്നു മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കി എന്താണ്? മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രം ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങൾ ചേർന്നാണ്. അപ്പൊ തന്മാത്രം നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ ചേർന്നാണ്. അപ്പൊ മോളിക്യൂൾസ് ആർ ഫോംഡ് ഓഫ് ആറ്റംസ്. ഇനി ആറ്റംസ് എന്ന് പറയുന്നതോ? ആറ്റംസ് കണ്ടെയ്ൻസ് പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ അല്ലെ. അതുപോലെ എന്താണ് പറയുന്നത്? ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ കണങ്ങൾ എന്ന് പറയുന്നത് ആറ്റത്തിനേക്കാൾ ചെറിയ കണങ്ങളാണ്. ആറ്റത്തിനേക്കാൾ വലിപ്പം കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കണങ്ങൾ ചേർന്നാണ് ആറ്റം ഉണ്ടായിരിക്കുന്നത് അല്ലെ. ആറ്റം അടങ്ങിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കണങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വളരെ ചെറിയ കണങ്ങളായിരിക്കും. അപ്പൊ ആ കണങ്ങളെ എന്ത് പേരിട്ട് വിളിച്ചു? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ് അറ്റോമിക കണങ്ങൾ. അപ്പൊ ആറ്റം ഉണ്ടായിരിക്കുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? സബ് അറ്റോമിക് കണങ്ങൾ അല്ലെങ്കിൽ എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഇത്രയും കിട്ടിയോ മക്കളെ? ഇത്രയും കിട്ടിയോ? അപ്പൊ നമ്മൾ ഈ പ്രധാനപ്പെട്ട സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അതാണ് എന്താണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലെ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഈ സബ് അറ്റോമിക് കണങ്ങൾ അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾ മനസ്സിലായോ? എന്താണ് മോളിക്യൂൾസ് മനസ്സിലായോ? അതുപോലെ ആറ്റം എന്ന് പറയുന്നത് എന്താണ് മനസ്സിലായി. ഇനി ആറ്റം ഉണ്ടായിരിക്കുന്ന ഏതൊക്കെ ചേർന്നാണെന്ന് മനസ്സിലായി. ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? മോളിക്യൂൾസിന്റെ മോളിക്യൂൾസിന്റെ പ്രത്യേകത മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? അടുത്തിലോട്ട് പോവാം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തു നോക്കിയ മക്കളെ. എന്താണ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞത്? മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് which shows all the properties of substance. സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ സ്വഭാവ സവിശേഷതകളും സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്ന ഒരു പദാർത്ഥത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആണ് അല്ലെ. എന്താണ്? ചെറിയ കണികയാണ് എന്താണ് ഈ പറയുന്ന മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത്. മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറഞ്ഞാൽ molecules are particles show all the properties of the substance and have free existence. അതായത് എന്താണ്?
ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്നത് സ്വതന്ത്രമായി നിലനിൽക്കാൻ സാധിക്കുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് എന്ത് വിളിക്കുന്നത്? തന്മാത്ര എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കി വ്യത്യസ്ത പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും അല്ലെ? വ്യത്യസ്ത പദാർത്ഥങ്ങൾക്ക് തന്മാത്രകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതായത് തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ ചേർന്ന്. തന്മാത്രകൾ നിർമ്മിച്ചത് ആറ്റങ്ങൾ ചേർന്നാണ്. ഇനി മനസ്സിലാക്കിയത് എന്താണ്? ആറ്റങ്ങൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അനേകം ചെറു കണങ്ങൾ ചേർന്നാണ്. ചെറു കണങ്ങൾ ചേർന്നാണ് ആറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അനേകം ചെറു കണങ്ങൾ, സബ് അറ്റോമിക് കണങ്ങൾ, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ആറ്റം ഉണ്ടായിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ മോളിക്യൂൾസ് ചേർന്ന്, തന്മാത്രകൾ ചേർന്ന് ആറ്റം ഉണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ആദ്യം മനസ്സിലാക്കേണ്ടത് തന്നെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ഏറ്റവും ചെറിയ കണങ്ങളായ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ചേർന്ന് ആറ്റം ഉണ്ടാകുന്നു. ഇനി ആറ്റങ്ങൾ ചേർന്ന് ഏറ്റവും ചെറിയ കണിക, ആ കണികയുടെ പ്രത്യേകത എന്താണ്? ഒരു പദാർത്ഥത്തിന് എല്ലാ സ്വഭാവ സവിശേഷത കാണിക്കുന്നു, അതുപോലെ സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അഥവാ മോളിക്യൂൾസ്. അപ്പൊ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, സബ് അറ്റോമിക് കണങ്ങൾ ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ആറ്റം ഉണ്ടാകുന്നു. ആറ്റങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു? തന്മാത്ര ഉണ്ടാകുന്നു. ഇത്രയും കാര്യം നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. ഇനി സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ് അറ്റോമിക് കണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിനെ കുറിച്ചാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റും ഇലക്ട്രോൺ ഡിസ്കവറിയാണ് ആദ്യം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കാം. In 1875, William Crookes, the physicist, conducted experiments by passing electricity at a high voltage through a glass tube in which both sides are fixed with metal plates as electrodes. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നോക്കാം മക്കളെ, ഡിസ്ചാർജ് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് മനസ്സിലാക്കിയത് ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തു അല്ലെ? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് അവിടെ കണ്ടക്ട് ചെയ്ത് ആരാണ്? വില്യം ക്രൂക്സ് ആണ്. 1875 അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് ട്യൂബിലോട് കൂടി എന്ത് പാസ് ചെയ്തു? ഒരു ഗ്ലാസ് ട്യൂബിൽ കൂടെ ഒരു എന്താണ്? ഇതാണ് ഡിസ്ചാർജ് ട്യൂബ്. ഈ ഗ്ലാസ് ട്യൂബിലൂടെ എന്ത് കടത്തി വിട്ടു? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഈ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റിയാണ് ഗ്ലാസ് ട്യൂബിൽ കൂടെ പാസ് ചെയ്തത്. ഇനി ഗ്ലാസ് ട്യൂബിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ട്യൂബിന്റെ അകത്തുള്ള എയറിനെ ഇവാക്വേറ്റ് ചെയ്തു. അതായത് അതിനെ ഇവാക്വേറ്റ് ചെയ്തു. എന്താണ്? ഗ്ലാസ് ട്യൂബിനെ ഇവാക്വേറ്റ് ചെയ്തു. അതായത് എയറിനെ റിമൂവ് ചെയ്തു. കാരണം എയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്. അതായത് വൈദ്യുതി കടത്തിവിടാത്തതാണ് എയർ. അപ്പൊ അതുകൊണ്ട് ഇതിലൂടെ എന്ത് എയർ ഉണ്ടെങ്കിൽ എന്ത് പാസ് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. അപ്പൊ നോർമൽ പ്രഷറില് എന്ത് ചെയ്യില്ല? എയർ ഉണ്ടെങ്കിൽ ആ ഗ്ലാസ് ട്യൂബിൽ കൂടെ എന്ത് പാസ് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്തു? ആ ഗ്ലാസ് ട്യൂബിനെ ആദ്യം ഇവാക്വേറ്റ് ചെയ്തു, അതിന് എയർ റിമൂവ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? അദ്ദേഹം അതിലൂടെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിട്ടു. അപ്പൊ ഇലക്ട്രിസിറ്റി, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റിയാണ് ഗ്ലാസ് ട്യൂബിൽ കൂടെ കടത്തിവിട്ടത്. ഇനി ഈ ഗ്ലാസ് ട്യൂബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ രണ്ട് സൈഡിലും മെറ്റൽ പ്ലേറ്റ്സുകൾ വെച്ചിട്ടുണ്ട്. ഈ മെറ്റൽ പ്ലേറ്റ്സിലാണ് ഇലക്ട്രോഡ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് വശത്തും രണ്ട് സൈഡിലും മെറ്റൽ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ആ മെറ്റൽ പ്ലേറ്റ്സ് എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഇലക്ട്രോഡ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയ മക്കളെ? ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എക്സ്പെരിമെന്റ് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കി എന്താണ്? ഈ ഒരു എക്സ്പെരിമെന്റില് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റിയാണ് ഗ്ലാസ് ട്യൂബ് കൂടെ പാസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് passing in this experiment, high voltage electricity is passed through this glass tube in which both sides are fixed with the metal plates as electrodes. മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രോഡ്സ് മെറ്റൽ പ്ലേറ്റ്സ് ആണ്. ഇലക്ട്രോഡ്സ് ആയിട്ട് രണ്ട് ഗ്ലാസ് ട്യൂബിൽ രണ്ട് സൈഡ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഗ്ലാസ് ട്യൂബിൽ കൂടെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. As air is an insulator, electricity does not pass the air in the tube at normal pressure. അതായത് നോർമൽ പ്രഷറില് ഈ ട്യൂബിൽ കൂടെ എന്ത് പാസ് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. കാരണം എയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്. അതായത് വൈദ്യുതി കടത്തിവിടാത്ത വസ്തു. അതുകൊണ്ട് ഈ ഗ്ലാസ് ട്യൂബിലുള്ള എയറിനെ ആദ്യം ഇവാക്വേറ്റ് ചെയ്തു. അതായത് ഗ്ലാസ് ട്യൂബിനെ ഇവാക്വേറ്റ്, എയറിനെ റിമൂവ് ചെയ്തു. അതിനുശേഷമാണ് ഈ ഗ്ലാസ് ട്യൂബിൽ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, when a perforated positive electrode, ആനോഡ് എന്നാണ് പോസിറ്റീവ് ഇലക്ട്രോൺ വിളിക്കുന്നത്. അപ്പം പോസിറ്റീവ് ഇലക്ട്രോഡ്, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് സൈഡിലും രണ്ട് ഇലക്ട്രോഡ്സ്, മെറ്റൽ പ്ലേറ്റ്സിനെയാണ് ഇലക്ട്രോഡ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്. ഇനി പോസിറ്റീവ് ഇലക്ട്രോഡിനെ എന്ത് വിളിക്കുന്നു? ആനോഡ് എന്ന് വിളിക്കുന്നു. ഈ പോസിറ്റീവ് ഇലക്ട്രോഡ്, ആനോഡ് പെർഫോറേറ്റഡ് ആണ്. അതായത് ഇതിൽ ധാരാളം എന്താണ് സുഷിരങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഹോൾസ് ഉണ്ട്. അങ്ങനെ പെർഫോറേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവിടെ എന്ത് കാണാൻ സാധിച്ചു എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോഡ് തൊട്ട് ബാക്കിൽ കാണുന്ന ഗ്ലാസ് ട്യൂബിന്റെ ഭാഗത്ത് ഒരു ലൈറ്റ് ഗ്രീൻ ഗ്ലോ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ മനസ്സിലാക്കുക, ഇലക്ട്രിസിറ്റി ഈ ഗ്ലാസ് ട്യൂബിൽ കൂടെ പാസ് ചെയ്ത സമയത്ത്
പെർഫറേറ്റഡ് ആനോഡ്, അതായത് ഈ സുഷിരങ്ങളുള്ള അല്ലെങ്കിൽ ദ്വാരങ്ങളുള്ള ആനോഡിന്റെ തൊട്ട് ബാക്കിലുള്ള ബിഹൈൻഡ് ആയിട്ട് കാണുന്ന ഗ്ലാസ് ട്യൂബില് ലൈറ്റ് ഗ്രീൻ ഗ്ലോ കാണാൻ സാധിച്ചു. എപ്പോഴാണ്? ഇലക്ട്രിസിറ്റി ഗ്ലാസ് ട്യൂബിലൂടെ പാസ് ചെയ്തപ്പോഴും. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഈ ലൈറ്റ് ഗ്രീൻ ഗ്ലോ ഉണ്ടായത് ഡ്യൂ ടു ദ റേസ് എമിറ്റഡ് ഫ്രം ദി കാഥോഡ്. അപ്പൊ കാഥോഡ് എന്ന് പറയുന്നത് ഇപ്പുറത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിനെയാണ് കാഥോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രീൻ ഗ്ലോ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത് കാഥോഡിൽ നിന്ന് ചില റേസ് പാസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആ ഗ്രീൻ ഗ്ലോ ഉണ്ടായെന്ന് മനസ്സിലാക്കി. സോ ദിസ് ഗ്രീൻ ഗ്ലോ ഈസ് ഡ്യൂ ടു ദി റേസ് എമിറ്റഡ് ഫ്രം ദി കാഥോഡ്. ആൻഡ് ദീസ് റേസ്, കാഥോഡിനാണ് ഈ റേസ് എമിറ്റ് ചെയ്തത് കൊണ്ട് അതിന് എന്ത് വിളിച്ചു? കാഥോഡ് റേസ് എന്ന് വിളിച്ചു. അപ്പൊ കാഥോഡിന് റേസ് എമിറ്റ് ചെയ്തുകൊണ്ട് ആ റേസിന് എന്ത് വിളിച്ചു? കാഥോഡ് റേസ് എന്ന് വിളിച്ചു. ഇനി കാഥോഡ് റേസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്ത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സ്വഭാവങ്ങൾ, അതിന്റെ ഗുണങ്ങൾ എന്താ, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവങ്ങൾ എന്താണെന്ന് സയന്റിസ്റ്റ് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യം എന്താ മനസ്സിലാക്കേണ്ടത്? വില്യം ക്രൂക്സ് 1875 എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത എന്തിനാ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തത്? ആ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ ഫസ്റ്റ് ഹി പാസ്ഡ് ഇലക്ട്രിസിറ്റി, അല്ലെ? Before that, air is an insulator, so electricity cannot be passed through a discharge tube. So that tube should be evacuated. ആ ട്യൂബിന് എയർ റിമൂവ് ചെയ്തു എന്നാൽ മാത്രമേ ഇലക്ട്രിസിറ്റി അതിൽ കൂടെ പാസ് ചെയ്യൂ. ഇനി ഈ ഡിസ്ചാർജ് ട്യൂബ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഡിസ്ചാർജ് ട്യൂബ് രണ്ട് വശത്തും രണ്ട് സൈഡിലും എന്താണ് മെറ്റൽ പ്ലേറ്റ്സ് ആണ് ഇലക്ട്രോഡ്സ് ആയിട്ട് പ്ലേസ് ചെയ്തിരുന്നത്. ഇനി എന്താ ചെയ്തത്? അതിൽ കൂടെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി, അതായത് നോർമൽ പ്രഷറിൽ എയർ ഇൻസുലേറ്റർ ആയതുകൊണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. അപ്പൊ ഹൈ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റിയാണ് ഡിസ്ചാർജ് കൂടെ പാസ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ പാസ് ചെയ്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മെറ്റൽ പ്ലേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. ആ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്ന ആനോഡ് എന്ന് അറിയപ്പെടുന്നു. അത് ഒരു പെർഫറേറ്റഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. പെർഫറേറ്റ് മീൻസ് ധാരാളം ഹോൾസ് ഉള്ള, അങ്ങനെ പെർഫറേറ്റഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡിന്റെ ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ട് ഒരു ലൈറ്റ് ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ടുള്ള ഗ്ലാസ് ട്യൂബിലാണ്, ആനോഡിന് ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ട് കാണപ്പെടുന്ന ഗ്ലാസ് ട്യൂബിൽ എന്ത് കാണുന്നത്? ഒരു ലൈറ്റ് ഗ്രീൻ ഗ്ലോ കാണാൻ സാധിച്ചു. And he found out that this light green glow is due to the emission of rays from the cathode. Cathode നിന്നും rays emit ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്ലാസോഡില് ലൈറ്റ് ഗ്രീൻ ഗ്ലോ ഉണ്ടായെന്ന് എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കി. Those rays came out from the cathode. കാഥോഡ് എന്താണ്? കാഥോഡ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ്. നെഗറ്റീവ് ഇലക്ട്രോഡ് ആയ കാഥോഡിൽ നിന്നാണ് റേസ് എമിറ്റ് ചെയ്തത്. സോ ദീസ് റേസ് ആർ നോൺ ആസ് കാഥോഡ് റേസ്. അതുകൊണ്ട് ഈ റേസിന് എന്ത് പേരിട്ട് വിളിച്ചു? കാഥോഡ് റേസ് എന്ന് പേരിട്ട് വിളിച്ചു. ഇത്ര മനസ്സിലായോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്തത് മനസ്സിലായല്ലോ? ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ആ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ അദ്ദേഹം എന്ത് ചെയ്തു? 1875 വില്യം ക്രൂക്സ് എന്ന് പറഞ്ഞൊരു ഭൗതിക ശാസ്ത്രജ്ഞൻ, ഫിസിസ്റ്റ് എന്ത് ചെയ്തു? ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് ട്യൂബിൽ എടുത്തു. ആ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് വശത്തുമായിട്ട് ലോഹത്തകിടിൽ മെറ്റൽ പ്ലേറ്റ്സ് ഇലക്ട്രോഡ്സ് ആയിട്ടുകൊണ്ട് വെച്ചു. എന്നിട്ട് ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി അതിൽ കൂടെ കടത്തി വിട്ടു. മനസ്സിലാക്കേണ്ടത് വായു എന്ന് പറയുന്നത് വിദ്യുരോധിയാണ്, അല്ലെ? വിദ്യുരോധി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാത്ത ഇൻസുലേറ്റർ ആണ്. അതുകൊണ്ട് സാധാരണ മർദ്ദത്തിൽ അല്ലെങ്കിൽ നോർമൽ പ്രഷറിൽ അതിൽ കൂടെ വായുവിന്റെ ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഗ്ലാസ് ട്യൂബിൽ നിന്ന് വായുവിനെ എന്ത് ചെയ്തു? വായുവിനെ റിമൂവ് ചെയ്തു, അല്ലെ? വായുവിനെ നീക്കം ചെയ്തു. അതിനുശേഷമാണ് മർദ്ദം വളരെ കുറഞ്ഞപ്പോൾ മാത്രമാണ് അതിലൂടെ വൈദ്യുതി കടന്നു പോകാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെ വൈദ്യുതി കടത്തി പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന സുഷിരങ്ങളോ പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡിന്റെ തൊട്ട് പുറകിൽ കാണുന്ന ഗ്ലാസ് ട്യൂബിന്റെ ഭാഗത്ത് എന്ത് കാണപ്പെട്ടു? ആ ഗ്ലാസ് ട്യൂബിന്റെ ഭാഗത്ത് എന്തും കൂടെ ഉണ്ട്? പിങ്ക് സൾഫേറ്റ് പൂശ് ചെയ്യുന്ന ഗ്ലാസ് ഭിത്തിയാണ്. ആ ഗ്ലാസ് ഭിത്തിക്ക് ഒരു പിങ്ക് സൾഫേറ്റ് കോട്ടിംഗ് ഉണ്ടായിരുന്നു, അല്ലെ? സോറി, സിങ്ക് സൾഫേറ്റ് കോട്ടിംഗ് എന്നാണ്. ഗ്ലാസ് ഭിത്തിയുടെ പുറത്ത് ഒരു സിങ്ക് സൾഫേറ്റ് കോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സിങ്ക് സൾഫേറ്റ് കോട്ടിങ്ങിലാണ് ഈ എന്താണ് ഗ്രീൻ ഗ്ലോ, അതായത് ഈ പച്ച നിറത്തിലുള്ള തിളക്കം, ഇളം പച്ച നിറത്തിലുള്ള തിളക്കം കാണപ്പെട്ടത്. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലാക്കി? അത് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഗ്ലാസ്, അതായത് ആനോഡ്, അല്ലെ? ആനോഡ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ധാരാളം സുഷിരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സുഷിരങ്ങളുള്ള ആനോഡിന്റെ തൊട്ട് പുറകിലുള്ള ഗ്ലാസ് ട്യൂബില് എന്തിന്റെ കോട്ടിംഗ് ഉണ്ടായിരുന്നു മനസ്സിലാക്കേണ്ടത്? അത് ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണ്? ഈ ഗ്ലാസ് ട്യൂബില് എന്താണ്? സിങ്ക് സൾഫൈഡ് കോട്ടിംഗ് ഉണ്ട്. അപ്പൊ ഗ്ലാസ് ട്യൂബിന്റെ സിങ്ക് സൾഫൈഡ് കോട്ടിങ്ങിലാണ് എന്ത് കാണാൻ സാധിച്ചത്? ലൈറ്റ് ഗ്രീൻ ഗ്ലോ കാണാൻ സാധിച്ചത്. അപ്പൊ ഈ ലൈറ്റ് ഗ്രീൻ ഗ്ലോ അല്ലെങ്കിൽ ഇളം പച്ച നിറം അവിടെ തിളങ്ങാനുള്ള പ്രധാന കാരണം എന്താണെന്ന് മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? കാഥോഡിൽ നിന്ന് വന്ന രശ്മികളുടെ ഭാഗമായിട്ടാണ്, രശ്മികൾ കാഥോഡിൽ നിന്ന് വന്ന് പതിക്കുന്നത് കൊണ്ടാണ് ആ ഭാഗം ഇളം പച്ച നിറത്തിൽ കാണാൻ സാധിച്ചത്. ഏത് ഭാഗമാണ്? ഈ ആനോഡിന്റെ തൊട്ടുപിറകിൽ കാണുന്ന ഗ്ലാസ് ട്യൂബിന്റെ സിങ്ക് സൾഫൈഡ് കോട്ടിങ്ങിലാണ് ഈ പറയുന്ന
സിങ്ക് സൾഫേറ്റ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ട്യൂബിലാണ് എന്ത് കാണപ്പെടുന്ന ഇളം പച്ച നിറത്തിലുള്ള ഒരു തിളക്കം കാണാൻ സാധിച്ചു. അപ്പൊ ആ തിളക്കത്തിന്റെ കാരണം എന്താണ്? കാഥോഡിൽ നിന്നുള്ള രശ്മികളാണ് തിളക്കത്തിന് കാരണം. അതുകൊണ്ട് ഈ രശ്മികൾ എന്ത് പേരിട്ട് വിളിച്ചു? കാഥോഡ് രശ്മികൾ, കാഥോഡ് റേസ് എന്ന് പേരിട്ട് വിളിച്ചു. അപ്പൊ കാഥോഡ് രശ്മികളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ശാസ്ത്രജ്ഞന്മാരെ പരീക്ഷണങ്ങൾ കണ്ടെത്തി എന്നിട്ട് അവയുടെ സവിശേഷതകളും ക്യാരക്ടേഴ്സും മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ സിങ്ക് സൾഫേറ്റ് കോട്ടിങ്ങിന്റെ അവിടെയാണ് ലൈറ്റ് ഗ്രീൻ ഗ്ലോ ഉണ്ടായെന്ന് മനസ്സിലാക്കുക. ഗ്ലാസ് ട്യൂബിലാണ്. അതായത് ആനോഡിന് തൊട്ട് പുറകെ കാണുന്ന ഗ്ലാസ് ട്യൂബില് എന്തുണ്ടായിരുന്നു? സിങ്ക് സൾഫേറ്റ് കോട്ടിംഗ് ഉണ്ടായിരുന്നു. സിങ്ക് സൾഫേറ്റ് പൂശിയിരുന്നു. ആ ഭാഗത്താണ് എന്ത് കാണപ്പെട്ടത്? ലൈറ്റ് ഗ്രീൻ ഗ്ലോ കാണപ്പെട്ടിരുന്നത്. ആ ലൈറ്റ് ഗ്രീൻ ഗ്ലോ എന്തിന് കാരണത്താലാണ്? കാഥോഡിൽ നിന്ന് രശ്മികൾ ഒന്ന് പതിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ തിളക്കം അനുഭവപ്പെട്ടതെന്ന് മനസ്സിലാക്കി. അപ്പൊ അവിടെ ആ റേസ് കാഥോഡിന് വന്നുകൊണ്ട് അവ എന്ത് പേരിട്ട് വിളിച്ചു? കാഥോഡ് റേസ് എന്ന് പേരിട്ട് വിളിച്ചു. അപ്പൊ ഇത്രയുമാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റും കാഥോഡ് റേസും തമ്മിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ മനസ്സിലാക്കിയത്. ഇനി നോക്കാം, അടുത്ത നമ്മൾ നോക്കാം കാഥോഡ് റേസിന്റെ മെയിൻ ക്യാരക്ടേഴ്സ്. കാഥോഡ് റേസിന്റെ സവിശേഷതയെ കുറിച്ചാണ് അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് മക്കളെ. നമുക്ക് അടുത്തതിലോട്ട് പോകാലോ അല്ലെ? സെറ്റ് ആയാലോ? അപ്പൊ നമ്മള് ഇവിടെ ഡിസ്ചാർജ് എക്സ്പെരിമെന്റിനെ കുറിച്ച് മനസ്സിലാക്കി, കാഥോഡ് റേസിന്റെ ഡിസ്കവറി മനസ്സിലാക്കി, എങ്ങനെയാണ് കാഥോഡ് റേസ് കണ്ടെത്തിയെന്ന് മനസ്സിലാക്കി അല്ലെ? ഇനി കാഥോഡ് രശ്മികൾ അല്ലെങ്കിൽ കാഥോഡ് റേസിന്റെ പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ ആദ്യം ഈ കാഥോഡ് റേസ് അല്ലെങ്കിൽ കാഥോഡ് രശ്മികള് അവ പോകുന്ന പാതയിൽ ഒരു എന്താണ് അതാര്യമായ വസ്തു, അതായത് ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വെച്ചു. അതായത് മനസ്സിലാക്കാം, ഒരു കാഥോഡ് രശ്മികൾ പോകുന്ന പാത്തിൽ, അതായത് കാഥോഡ് റേസ് എന്ത് ചെയ്യുന്നു? കാഥോഡ് റേസ് പാസ് ചെയ്ത് പോകുന്ന ഒരു പ്ലേസിൽ അല്ലെങ്കിൽ വഴിയില് എന്ത് ചെയ്തു? ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ അതിന്റെ ഒരു ഷാഡോ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പൊ കാഥോഡ് റേസ് എന്തുണ്ടാക്കുന്നു? അതിന്റെ വഴിയിൽ അത് സഞ്ചരിക്കുന്ന വഴിയിൽ ഒരു ഒപ്പേക്ക് ഒബ്ജക്ട് വെച്ചാൽ അതിന്റെ ഷാഡോ ഫോം ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് അതിന്റെ ഷാഡോ ഫോം ചെയ്യുന്ന മീൻസ് എന്താണ്? കാഥോഡ് റേസ് എങ്ങനെ പോവുള്ളൂ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടേ പോവുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെ ഷാഡോ റേസ് കാഥോഡ് റേസിൽ കൂടുന്ന പ്ലേസ് പാത്തില് ഒരു ഒപ്പേക്ക് ഒബ്ജക്ട് വെച്ച് അപ്പൊ അതിന്റെ ഷാഡോ ഫോം ചെയ്യുന്ന മീൻസ് അവിടെ കാഥോഡ് റേസിന് മൂവ് ചെയ്യാൻ വരികയോ ഇല്ല? അവിടെ നിന്ന് ആ സ്ട്രെയിറ്റ് ലൈനിലെ കൂടെ അത് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻസിൽ കൂടെയാണ് കാഥോഡ് റേസ് മൂവ് ചെയ്യുന്നത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ നോക്കാം എന്താണ് നോക്കാം. അപ്പൊ നമ്മൾ കാഥോഡ് റേസ് അല്ലെങ്കിൽ കാഥോഡ് രശ്മികളുടെ സവിശേഷതകൾ ക്യാരക്ടേഴ്സ് ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് ആദ്യം മനസ്സിലാക്കിയത് എന്താണ്? അത് cathode rays cast shadows of opaque objects placed in its path, indicating that cathode rays travel in straight lines. അതായത് cathode rays ഷാഡോസ് ഉണ്ടാക്കുന്നു എപ്പോഴാണ്? ഒപ്പേക്ക് ഒബ്ജക്ട്സ് അതിന്റെ പാത്തിൽ വെച്ചാൽ, അത് സഞ്ചരിക്കുന്ന പാതയിൽ ഒപ്പേക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതായത് എന്താണ് അതാര്യമായ വസ്തുക്കൾ, അതായത് ലൈറ്റ് കടത്തിവിടാത്ത വസ്തുക്കളെ കാഥോഡ് റേസിന്റെ പാത്തിൽ വെച്ചാല് കാഥോഡ് റേസ് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഷാഡോസ് ഫോം ചെയ്യുന്നുണ്ട് അല്ല? എന്താണ്? കാഥോഡ് റേസ് നിഴലുണ്ടാക്കുന്നു. അതുകൊണ്ട് അതിൽ എന്ത് മനസ്സിലാക്കാം? കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത് മനസ്സിലാക്കുക. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് അവിടെ മനസ്സിലാക്കുക. അപ്പൊ കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് of opaque objects placed in its path, indicating that cathode rays are traveling straight lines. അത് കാഥോഡ് രശ്മികൾ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ അത് നിഴൽ ഉണ്ടാക്കുന്നു. അപ്പൊ കാഥോഡ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ നിഴൽ ഉണ്ടാക്കുന്നു. എപ്പോഴാണ്? അതാര്യ വസ്തുക്കൾ അതിന്റെ വഴിയിൽ വെച്ചാൽ, അത് പോകുന്ന പാതയിൽ വെച്ചാൽ. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് രശ്മികൾ നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് മനസ്സിലാക്കുക. കാഥോഡ് റേസിന്റെ പ്ലേസിൽ, അത് പാത്തില് ഒരു ഒപ്പേക്ക് ഒബ്ജക്ട് വെച്ചാൽ, ഒരു ആനോഡാണ് ഒപ്പേക്ക് ഒബ്ജക്ട് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഷാഡോ ഇത് ഉണ്ടാക്കുന്നു. അതിന്റെ അർത്ഥം കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ്, നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഷാഡോ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതാണ് ഒരു പ്രത്യേകത. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, കാഥോഡ് റേസിന്റെ പാതയിൽ ഒരു നേർത്ത ചക്രം അല്ലെങ്കിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാല്, ഒരു പാഡിൽ വീല് വെച്ചാല് അത് കറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് റേസ് പോകുന്ന പാതയിൽ ഒരു പാഡൽ വീൽ, അതായത് നേർത്ത ചക്രമുള്ള ഒരു നേർത്ത ഇതളുകളുള്ള ഒരു ചക്രം, എനിക്ക് പാഡിൽ വീല് വെച്ചാല് അത് ചലിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അത് കറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് മനസ്സിലാക്കാവുന്നത് കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ടെന്ന്. കാഥോഡ് കണങ്ങൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചക്രങ്ങളിൽ കറങ്ങുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് രണ്ടാമത്തെ പോയിന്റ്? സ്മോൾ പാഡൽ വീൽ is placed in path of cathode rays, it rotates and thus we can understand that particles in cathode rays have mass. അപ്പൊ കാഥോഡ് റേസിൽ അല്ലെങ്കിൽ കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിൽ
മാസ് ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ആ കണങ്ങൾക്ക് മാസ് ഉള്ളത് കൊണ്ടാണ് ആ പറഞ്ഞ പാഡൽ വീല് ആ കാഥോഡ് റേസ് പോകുന്ന വഴിയിൽ വെച്ചപ്പോൾ അത് ചലിച്ചത്, അല്ലെങ്കിൽ അത് കറങ്ങിയത്. മനസ്സിലായി? അപ്പൊ ഇത് പാഡൽ വീൽ അല്ലെങ്കിൽ ഈ നേരത്തെ ചക്രമുള്ള വീല് കറങ്ങാനുള്ള കാരണം എന്താണ്? ഈ കാഥോഡ് റേസിൽ നിന്ന് വരുന്ന കാഥോഡിൽ നിന്ന് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. ആ മാസിന്റെ ഫലമായിട്ടാണ് ഈ ചക്രങ്ങൾ എന്ത് ചെയ്തത്? ഇവിടെ ചലിച്ചതെന്ന് മനസ്സിലാക്കുക. അപ്പൊ കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്. മനസ്സിലായി? കാഥോഡ് റേസ് ഹാവ് മാസ്. ഇനി നോക്കാം, മൂന്നാമത് മനസ്സിലാക്കേണ്ടത് കാഥോഡ് റേസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ, അതായത് കാഥോഡ് റേസ് അതായത് ഈ പറയുന്ന രണ്ട് വശത്തും റേസിന്റെ രണ്ട് വശത്തും ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് when an electric field is applied on both sides of the race, they are found to be attracted towards the positive side. അതായത് കാഥോഡ് റേസിന്റെ രണ്ട് വശത്തും ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ അത് എങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ് കാണപ്പെടുന്നത്? ആ പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ് കാണപ്പെടുന്നത്. നോക്കാം, ഇവിടെ കാഥോഡ് റേസ് ആണ്. ഈ കാഥോഡ് റേസിൽ രണ്ട് വശത്തും ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പൊട്ടുന്ന കാഥോഡ് റേസ് എങ്ങോട്ടാണ് പോകുന്നത്? പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നു. അപ്പൊ അവിടെ എന്ത് മനസ്സിലാക്കാം? കാഥോഡ് റേസ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് അത് പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് മനസ്സിലായി? ഒരു ഇലക്ട്രിക് ഫീൽഡ് കാഥോഡ് റേസ് രണ്ട് വശത്തും വെച്ചപ്പോൾ കാഥോഡ് റേസ് എങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു? കാഥോഡ് റേസ് പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുത്തു. അതിന് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ് എന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? The path of the cathode is also deflected in the magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താലും ഇതുപോലെ കാഥോഡ് റേസിന്റെ പാത്ത് വഴിക്ക് എന്താണ് ഡിഫ്ലക്ഷൻ, വ്യത്യാസം വരുമെന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ എന്തൊക്കെ പോയിന്റുകൾ പഠിച്ചു നമ്മൾ കാഥോഡ് റേസിനെ കുറിച്ച്? പറഞ്ഞേ മക്കളെ, എന്തൊക്കെ പോയിന്റ് പഠിച്ചു? കാഥോഡ് റേസിന് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് മനസ്സിലാക്കി അല്ലെ? കാഥോഡ് റേസിൽ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ചാൽ അത് അതിന്റെ ഷാഡോ, അതിന്റെ നിഴലുണ്ടാക്കുന്നു. അതുകൊണ്ട് ആ രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്ന മനസ്സിലാക്കി. രണ്ടാമത് മനസ്സിലാക്കിയ പാഡൽ വീൽ അല്ലെ? നേരത്തെ ചക്രമുള്ള ഒരു വീല് അതിന്റെ പാതയിൽ വെച്ചാൽ ആ വീല് ചലിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതിനർത്ഥം കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. അടുത്ത കാഥോഡ് രശ്മിയുടെ പാതയുടെ ഇരുവശത്തായിട്ട് നമ്മുടെ വൈദ്യുതി മണ്ഡലം പ്രയോഗിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? കാഥോഡ് റേസിന്റെ രശ്മിയുടെ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്ന മനസ്സിലാക്കി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലാക്കി. അടുത്ത മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? അതെ, അതുപോലെ കാഥോഡ് റേസിന് അതിന് നെഗറ്റീവ് ചാർജ് മനസ്സിലാക്കി. പിന്നെ അത് മാഗ്നറ്റിക് ഫീൽഡിലും ഇതുപോലെ ഡിഫ്ലക്റ്റഡ് ചെയ്യപ്പെടുന്നു മനസ്സിലായി? കാഥോഡ് രശ്മികളുടെ ഭാഗത്ത് വൈദ്യുത മണ്ഡലം വെക്കുമ്പോൾ ഡിഫ്ലക്ഷൻ അത് എങ്ങോട്ട് പോകുന്നു? പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്നു. ഇനി അതുപോലെ കാന്തിക മണ്ഡലത്തിലും ഇവിടെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. അപ്പൊ കാഥോഡ് റേസിന്റെ സവിശേഷ ക്യാരക്ടേഴ്സ് എന്താ മക്കളെ? എന്തൊക്കെ പഠിച്ചത്? ക്യാരക്ടേഴ്സ് പറഞ്ഞേ, ഓർമ്മിച്ച് പറഞ്ഞേ, ഏതൊക്കെയാണ്? കാഥോഡ് റേസിന് they travel in straight lines അല്ലെ? രണ്ടാമത് എന്ത് പഠിച്ചു? കാഥോഡ് റേസ് ഹാവ് മാസ് എന്ന് പഠിച്ചു അല്ലെ? ഇനി മൂന്നാമത് പഠിച്ചു when an electric field is applied in between the in either side of the race, the cathode rays are deflected towards അല്ലെങ്കിൽ move mostly towards the positive സൈഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അതായത് കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്. അടുത്ത പിക്ചർ എന്താണ്? The path of cathode is also deflected by magnetic field. വൈദ്യുതി മണ്ഡലത്തിൽ പോലെ തന്നെ കാന്തിക മണ്ഡലത്തിലും ഈ കാഥോഡ് റേസിന്റെ എന്താണ് വ്യതിയാനം, അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. വളരെ കുറച്ച് പോയിന്റ്സ് മനസ്സിലാക്കിയോളൂ. നിങ്ങൾക്ക് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇതിന്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാനാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി പോർഷൻസുമായി വരുന്നതാണ്. അപ്പൊ പ്ലീസ് ഈ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ഫ്രം മീ. താങ്ക് യു.